2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യയിലേക്ക് പുറപ്പെട്ടു. വാണിജ്യം ഉൾപ്പെടെയുള്ള മേഖലകളിൽ കൂടുതൽ സഹകരണത്തിനുള്ള ചർച്ചകൾ നടക്കും. അനൂപ് ദാസ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. അനൂപ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി സൗദിയിലേക്ക് പോയിരിക്കുന്നു. വാണിജ്യമടക്കം വിവിധ മേഖലകളിൽ ഇരു കൂട്ടരും തമ്മിൽ ധാരണയാകുമെന്നാണല്ലോ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഇന്ത്യ ഉറ്റുനോക്കേണ്ടത്? ഏറ്റവും പ്രധാനപ്പെട്ടത് വാണിജ്യമാണ്. പ്രത്യേകിച്ച് ലോകം ഒരു വ്യാപാര യുദ്ധത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് സൗദിയിലേക്കുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കണമെന്ന താല്പര്യം ഇന്ത്യക്കുണ്ട്. ആ കാര്യം പ്രധാനമായും ചർച്ചയാകും. ഒപ്പം തന്നെ ഊർജ്ജം, പ്രതിരോധം, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ സുപ്രധാനമായിട്ടുള്ള ചില കരാറുകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സൗദിയിലെത്തുന്ന പ്രധാനമന്ത്രിയെ ഇന്ത്യൻ സമൂഹം വരവേൽക്കും. 2:30 ഇന്ത്യൻ സമൂഹം ഒരുക്കുന്ന ഒരു സ്വീകരണ പരിപാടിയുണ്ട്. അതിൽ പ്രധാനമന്ത്രി സംസാരിക്കും. അതിനുശേഷം സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ്. ആ കൂടിക്കാഴ്ചയാണ് പ്രധാനപ്പെട്ടത്. എന്തായാലും 2016, 2019 ഇപ്പോൾ 3-ാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദിയിൽ എത്തുന്നത്. ഇന്ത്യയും സൗദിയുമായിട്ടുള്ള ബന്ധത്തിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വിദേശകാര്യ വിദഗ്ധർ. ശരി അനൂപ്.